കളരിക്കൽ കുടുംബത്തിന്റെ നാഗശാപം തീർത്തത്. അവളാണ് ദൈവം നിനക്ക് വിധിച്ച പെണ്ണ്. മോനെ, അമ്മ ഇപ്പോഴാ മോനെ ഇതൊക്കെ അറിയുന്നത്. സത്യം. എല്ലാ കാര്യങ്ങളും വീണ്ടും ഒന്ന് ആലോചിക്കുമ്പോ അമ്മയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. എന്റെ മോനെ ജീവനെ പോലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പെണ്ണ കൃഷ്ണ. സാറേ, എനിക്കറിയാം സാറേ, സാറിനെ സ്നേഹിക്കുന്ന ഒരു പെണ്ണില്ലാതെ സാറിന്റെ ജീവിതം പൂർണ്ണമാവില്ലെന്ന്. നവീൻ, ഞാനാണ് ഗാഥ ശ്രീനിവാസ്. ഞാനല്ലേ നവീനെ സ്നേഹിച്ചേ? ഞാനില്ല അപ്പൊ നവീൻ കൂടെ? നവീന്റെ കൂടെ കളരിക്കലേക്ക് വരാൻ പോകുന്നത് ഞാനാ. ഇനി ഞാൻ ഒരു കുഴപ്പമുണ്ടാക്കില്ല നവീൻ. ഞാൻ നവീന്റെ ഒപ്പം നല്ല ഭാര്യയായിട്ട് ജീവിച്ചോളാം നവീൻ. അയ്യോ നവീൻ, മാറി നിൽക്ക് അങ്ങോട്ട്. മാറി നിൽക്ക. ഒരു ചതിയുടെ ഭാഗമായിട്ടാ നീ എന്റെ മുന്നിലേക്ക് വന്നത്. നീ എന്നെ ചതിച്ചവരെ പോലെ ആയില്ല. അഭിനയിക്കാൻ വന്നവളാണെങ്കിലും മനസ്സറിഞ്ഞ് സ്നേഹിച്ചു. നവീനെ നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വരണം. അയ്യോ മോളെ, നീ ഞങ്ങളുടെ കൂടെ വരണം. എനിക്ക് വേണം, തന്തേട്ടന് വേണം, എന്റെ മോനും നിന്നെ വേണം. നോക്ക്, കളരിക്കൽ കുടുംബത്തിന് നിന്നെ വേണം. സംഭവിച്ചു പോയ വലിയൊരു തെറ്റ് അതിവിടെ തിരുത്തുക. മോളെ, വാ. വാ, വരാൻ. എടി, എന്റെ നവീന്റെ കൂടെ നിനക്ക് ജീവിക്കണം അല്ലടി? എന്റെ സ്വപ്നങ്ങള് നിനക്ക് തട്ടിയെടുക്കണം അല്ലേ? അങ്ങനെ നീ ജീവിക്കണ്ട. അയ്യോ ഗാഥ, വിട്, വിട് മോളെ, വിട് ഗാഥ, വിട്. ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. ഒരിക്കലും സമ്മതിക്കില്ല. അയ്യോ ഗാഥ, മോളെ, അയ്യോ മോളെ, 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 ഗാഥ, എന്താ? സിതാര, എന്തു പറ്റി? ഐ എം സോറി. പെട്ടെന്ന് പ്രഷർ ലോ ആയപ്പോ സ്വപ്നം പോലെ എന്തൊക്കെയോ കണ്ടു. സോറി. എന്നാ സിതാര റെസ്റ്റ് എടുത്തോളൂ. ഓക്കെ ഓക്കെ.
സിനി മാഡത്തിന്റെ കൂടെ ഇരിക്കുക കേട്ടോ. ശരി. മോള് വന്നേ, വാ വരൂ. സോറി, ഇന്ന് എന്തായാലും സാറ് ഫ്രീ ആവില്ല. സാറിൻ്റെ വിവാഹ വാർഷികത്തിൻ്റെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുക. ഹേയ് അല്ല, സാറിൻ്റെ തറവാട്ടിലല്ല, സാറിൻ്റെ വൈഫ് ഹൗസിലാണ്. ഓ, എപ്പോൾ തീരുമെന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ എന്തോ പ്രത്യേക പൂജയൊക്കെ ഉണ്ട്. എല്ലാം പൂർത്തിയാവേണ്ടോ? ആ, ഒരു കാര്യം ചെയ്യ്, നാളെ ഓഫീസിലേക്ക് വാ, അതായിരിക്കും നല്ലത്. ഓക്കെ. തനിക്കിത് എന്ത് പറ്റി? എന്തൊരു മാറ്റം? എന്താ കാതൊന്നും മിണ്ടാത്തെ? എന്ത് മാറ്റം? ഒന്നുമില്ല.